ചെങ്ങന്നൂരിൽ പെട്രോൾ പമ്പിൽ വയോധികനെ ക്രൂരമായ മർദ്ദനമേറ്റു. രണ്ടുപേർ പിടിയിലായി. ഇന്ധനമടിച്ച പണത്തിന്റെ ബാക്കി നൽകാൻ താമസിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ഈ ബൈക്കിൽ വന്നിട്ട് ഒരു 50 രൂപയുടെ പെട്രോൾ വേണമെന്ന് പറഞ്ഞു. അപ്പം പെട്രോൾ തരാമെന്ന് പറഞ്ഞപ്പം 500-ൻ്റെ നോട്ട് എടുത്ത് വന്നപ്പോൾ ഇവിടെ സ്റ്റാഫ് പറഞ്ഞു ചില്ലറയില്ല. അങ്ങനെ അപ്പോൾ ചില്ലറയില്ലാത്ത പമ്പാന്ന് പറഞ്ഞു കുറേ ചീത്തയൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് എങ്ങനെയായാലും ഇത് കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെ 50 രൂപയുടെ പെട്രോൾ കൊടുത്തിട്ട് 450 രൂപ ചില്ലറ തിരിച്ചു കൊടുത്ത് പെട്രോൾ ഒഴിച്ചതിന് ശേഷം അവർ റോഡിൽ പോയി വണ്ടി നിർത്തി വെച്ച് വന്ന് ഇവിടെ നിന്ന് സ്റ്റാഫിനെ ആക്രമിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ 10 കൊല്ലത്തിന് മുമ്പ് പെട്രോൾ അടിച്ചതിൻ്റെ ബാക്കി 500 കൊടുക്കാൻ താമസിച്ചു എന്ന പേരിൽ ആരെയും വൃദ്ധന്മാരെ കയറി അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. കണ്ടില്ലേ, ആ 2 ചെറുപ്പക്കാരാണ്, ഏതാണ്ട് ഒരു 20കളിൽ നിൽക്കുന്ന 2 ചെറുപ്പക്കാർ. ഇവരൊക്കെ നല്ല മനസ്സോടെയാണോ ഈ അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്വഭാവം ഇതാ, ഒരു ചെറിയ പ്രകോപനം മതി കയറി ശാരീരികമായി മർദ്ദനം ഏൽപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തിടെ പരസ്യമായിട്ട് പറഞ്ഞത്, നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എതിരെ വന്ന വണ്ടി കൊണ്ട് മുട്ടിച്ചാൽ നമ്മൾ ഗ്ലാസ് പോലും താഴ്ത്തി നോക്കരുത്. കാര്യം MDMA അടിച്ചിട്ട് വന്നവനായിരിക്കും എതിരെ നിൽക്കുന്നതെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, യഥാർത്ഥത്തിൽ 450 രൂപ മടക്കി കൊടുക്കാനുള്ള കാലതാമസമാണ് ഈ അടിയുടെ അടിസ്ഥാനം. അതെ എസ്കൻ, എൻ്റെ ഒരു മൂല കാരണം അതാണ്. പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായം. അജു, അജയൻ, ബിനു രണ്ടുപേർക്കും 19 വയസ്സാണ്. പത്തനംതിട്ട സ്വദേശികളാണ്. ഇവർ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് രാത്രി 10 മണിയോടെ ട്രിപ്പിൾസ് ആണ് വന്നത്. അതിനകത്ത് 2 പേരാണ് മർദ്ദിച്ചത്. ഒരാൾ മാറി നിൽക്കുക. അതുകൊണ്ടാണ് ഈ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 3 പേർ ട്രിപ്പിൾസ് ആയി വാഹനത്തിലെത്തിയ ശേഷം ഈ രൂപമാറ്റം വരുത്തിയ വാഹനമായിരുന്നു. വാഹനത്തിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് ഈ പമ്പ് ഉടമ പറയുന്നത്. അങ്ങനെ ഇവർ ഈ 500 രൂപ കൊടുത്ത് 450 രൂപ കിട്ടേണ്ട കാലതാമസത്തിന്റെ പേരിലാണ് ബൈക്ക് ഈ പെട്രോൾ പമ്പിന്റെ പുറത്തു കൊണ്ട് വെച്ച ശേഷം തിരികെ വന്ന് ഈ 79 വയസ്സുള്ള ആളെയാണ് മർദ്ദിച്ചതെന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. വീട്ടിൽ എത്രത്തോളം നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പോഴും പെട്രോൾ പമ്പിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെയാണ് ഇവർ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. ഇത് സംബന്ധിച്ച് രാത്രി പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വളരെ സാഹസികമായിട്ടാണ് ഈ പ്രതികളെ പിടികൂടിയത്. അതായത് പ്രതികളെ വീട്ടിൽ വന്ന് കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഇവർ ബൈക്കുമായി പോയി പിന്നെ അതിന്റെ പുറകെ നടന്ന് ചേസ് ചെയ്താണ് ഇവരെ പിടിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് നേരത്തെ മോഷണ കേസുകൾ പ്രതിയാണ്. അതായത് 19 വയസ്സേ ഉള്ളൂ എങ്കിലും ബൈക്ക് മോഷണ കേസിലെ പ്രതികളാണ് ഇവർ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ബൈക്കുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോകാനും ഒളിവിൽ പോകാനൊക്കെ തന്നെ വിദഗ്ധമായ കഴിവുണ്ട് എന്ന് പോലീസ് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് കസ്റ്റഡി എടുക്കുന്നതിന് മുൻപ് തന്നെ പല സ്ഥലത്തും പോലീസിന്റെ മറ്റ് സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ടായിരുന്നു ഇവരെ വലയിലാക്കിയത്. അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയ സംഘമാണ്. രാത്രിയിൽ ഈ രീതിയിൽ വന്ന ഒരു വൃദ്ധനെ ക്രൂരമായി ഒരു 50 രൂപയ്ക്ക് പെട്രോൾ വാങ്ങി ബാക്കി 450 രൂപ കിട്ടാത്തതിന്റെ പേരിലാണ് ആ വൃദ്ധനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ.